പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ട് നമ്മുടെ ഈ വർഷത്തെ ഓണം രുചികൾ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെ ഉള്ള ദേ ഈ അരവണ പോലെ ഇരിക്കുന്ന ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1/4 കിലോ ഇഞ്ചി വേണം കേട്ടോ. ഇഞ്ചിയുടെ തൊലിയൊക്കെ അങ്ങ് ചിരണ്ടി കളഞ്ഞിട്ട് ഒരു അല്പം കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തങ്ങ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ സാമ്പാർ പുളി ഒരു നാരങ്ങ വലിപ്പത്തിലെടുത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കൈ കൊണ്ട് അങ്ങ് ഞെവിടിയെടുത്ത് നല്ല പേസ്റ്റ് ആക്കി മാറ്റി വെക്കാം. എന്തെങ്കിലും നാരോ കുരുവോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കണേ. ഇനി ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ നല്ല കിലുകിലാന്നങ്ങ് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരല്പം കായവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പാനിന്റെ ചൂടിനകത്ത് തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയെ. ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. നല്ല തിള വന്നു കഴിയുമ്പം 1/4 കപ്പ് തൊട്ട് 1 കപ്പ് ശർക്കര വരെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങ് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് വാങ്ങി വെക്കാം. ഇതിലോട്ട് ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ അങ്ങ് തൂകിയെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും.